ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായിട്ട്, കുറച്ച് ഫ്യൂ വീക്സ് ആയിട്ട് ഞാൻ റെഗുലറായിട്ടൊന്നും വ്ളോഗ് പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ ഡെയിലി വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. എന്നാലും ഒരു വീക്ക്ലി ഒരു 2 വ്ളോഗ് അല്ലെങ്കിൽ ഒരു വ്ളോഗെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ഫ്യൂ വീക്സ് ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേസി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് 6 hours ആണ് ഡ്യൂട്ടി വരുന്നത്. ഒരു 2-3 hours ഡെയിലി എക്സ്ട്രാ കിട്ടുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ലേസി ആയിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഞാൻ അർജു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇഫ്താർ പാർട്ടിക്ക് പോവുകയാണ്. അർജു ഓൾറെഡി പോയി. അർജുൻ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. 1 to 6 ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പം എന്നോടൊരു 6 മണിയാകുമ്പോൾ അവിടെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ റെഡിയാവാൻ വേണ്ടി പോവുകയാണ്. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇഫ്താർ പാർട്ടിയുടെ ഒരു വ്ളോഗാണ്. അവരുടെ കൊളീഗ്സും അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. ആൻഡ് ഞാൻ റെഡിയാവുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പല പ്രൊഡക്റ്റുകളും തീർന്നിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാവുന്നതും കൂടെ ഞാൻ കാണിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ളോഗ് ആൻഡ് ലെറ്റ്സ് ഗോ ഗെറ്റ് റെഡി. സോ ഗൈസ്, ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഡ്രസ്സല്ല, കോട്ട് സെറ്റ് പോലെ സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ട് വരുന്നതാണ്. ഇത് 4 വർഷം മുമ്പ് വായിച്ചാണ് കേട്ടോ. അതിന് ശേഷം അപ്പോൾ ഒരു വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തിങ്ങനെ വളഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഇതിടുന്നത്. കറക്റ്റ് എൻ്റെ സൈസിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഞാൻ ഫുൾ ആയിട്ട് പിന്നെ കാണിക്കാം. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി കുറച്ച് നമുക്ക് മേക്കപ്പ് ഇടാം. മേക്കപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് കൺസീലർ വെച്ചിട്ട് കുറച്ച് ഇത് കണ്ടു. എൻ്റെ സ്കിന്നിൽ നിറയെ പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്കിന്നിൽ അങ്ങനെ പിമ്പിൾസേ വരാറില്ല. ദ വെരി നെക്സ്റ്റ് ഡേ ഐ ഗോട്ട് പിമ്പിൾസ്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ച് ലാസ്റ്റ് വീക്ക് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, കുറച്ച് സ്ട്രെസ്സൊക്കെ ആയിരുന്നു. പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പീരിയഡ് ഡേറ്റിൻ്റെ അടുത്താവുമ്പോഴാണ് എനിക്ക് സാധാരണ ഇങ്ങനെ പിമ്പിൾസ് വരാറുള്ളത്. സോ അതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഈ സൈഡിലില്ല. ഈ സൈഡിൽ 1-2 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗെറ്റിംഗ് ബെറ്റർ. നമുക്ക് പെട്ടെന്ന് റെഡി ആവാം കേട്ടോ. ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ. അർജു ഇപ്പോൾ വിളിക്കാൻ തുടങ്ങും. 5:30 ആയി, 45 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. സോ 15 minutes, in 15 minutes നമുക്കെല്ലാം തീർക്കാം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ. LA ഗേളിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഈ അണ്ടർ ഐയിലും പിന്നെ എൻ്റെ ഈ പിമ്പിൾസിനെയും കൂടെ ഒന്ന് മാസ്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഫൗണ്ടേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്നില്ല. എന്തോ എല്ലാം ഡിലേ ആയി. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ, ഈവൻ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പിമ്പിൾസ് ഒന്നും ഇപ്പോൾ എനിക്ക് ഫൗണ്ടേഷനൊന്നും ഇല്ലാതെ അങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കളറ് ഞാൻ മറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ല, അതിപ്പോൾ കുറഞ്ഞു. ഇതിങ്ങനെ അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നല്ല റെഡിഷ് ആയിട്ട് പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്രീം ഇടുന്നതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഒരു 2 weeksലൊക്കെ പോവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അർജു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരാൻ ടൈമായി എന്ന് പറഞ്ഞ്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും. കറക്റ്റ് ടൈമിൽ എത്തണം എന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാണ്. സോ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാം കേട്ടോ. സ്റ്റിൽ എൻ്റെ ആക്നീസ് വിസിബിൾ ആണ്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ അത്രയ്ക്കൊന്നും കൺസേൺ ആയിട്ടുള്ള ആളല്ല. ഞാൻ ആക്നെ കാണുന്നൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് ഫാർമസിയിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളടുത്ത് ചോദിക്കും, നിങ്ങളെന്താ യൂസ് ചെയ്യാത്തത്? അപ്പോൾ ആ ഒരു കൺസേൺ മാത്രമേ എനിക്കുള്ളൂ. ഞാനപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. 2 weeksൽ ഓക്കെ ആവുമെന്ന് നോക്കാം. സോ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഐബ്രോസും ഒക്കെ കഴിഞ്ഞാൽ
ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഈ എന്താണ് ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് ഐസും ഐബ്രോസും ഒന്നും ഫിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്തിട്ട് വന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ദിസ് വൺ കുറച്ച് ഓൾഡാണ്, എക്സ്പയർ ആവാനായി. ഇത് ഗോഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മസ്കാരയാണ്. പിന്നെ കിക്കോ മിലാനോ, കറക്റ്റ് റൈറ്റ്, കിക്കോ മിലാനോൻ്റെ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെബോറ മിലാനോ, ഇതിൻ്റെ ഐബ്രോ ഫില്ലറുമാണ്, ഐബ്രോ പെൻസിലുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഓരോ ടൈമിലും എനിക്ക് ഓരോ സ്റ്റൈലിലാണ് ഞാൻ കണ്ണെഴുതുന്നത്. കുറേ കാലം മുമ്പ് ഞാനിങ്ങനെ ഭയങ്കര തിന്നായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എഴുതുമായിരുന്നു. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഈ സൈഡിൽ മാത്രം. ഓരോ ടൈമിൽ ഓരോ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സ്റ്റൈല് ചേഞ്ച് ചെയ്യും കേട്ടോ. ഇപ്പം എനിക്കെന്തോ ഇങ്ങനെ എഴുതാനാണ് ഇഷ്ടം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇടാം. സോ ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു വാട്ട് ഇസ് ദ ഷെയ്ഡ്, ഗിമി മോച്ച ഒരു മൊക്ക, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ആണിത്. സോ യെസ്, ഇടാം. ഞാനേ ഇട്ടിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് കോളാക്കും. എൻ്റെ ഔട്ട്ലൈൻ ഒന്നും കറക്റ്റ് ആവില്ല അതിൽ നോക്കിയിട്ടാൽ. സോ യെസ്, ഇനി നമുക്ക് ബ്ലഷും കൂടി ഇടാം. ഇത് ഷീ ഗ്ലാമിൻ്റെ ആണ് കേട്ടോ. ഷീ ഗ്ലാമിൻ്റെ ഷെയ്ഡ് ഞാൻ പിന്നെ താഴെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ടൈമില്ല കേട്ടോ, ഓർമ്മയില്ല എനിക്ക് ഷെയ്ഡ്. സോ യെസ്, ഇത് ഞാൻ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് നോക്കി എൻ്റെ കണ്ണിങ്ങോട്ടും എൻ്റെ ക്യാമറ ഇവിടെ ഇരിക്കുന്നത്, അപ്പം എനിക്ക് കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല. സോ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു സിൽവർ ടച്ചുള്ള മാല ഇടുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് മാല ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതേപോലെ ഇയറിങ്സും നമുക്ക് വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് വലുതായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ചെയിൻ ഇട്ട് നോക്കാം. ഓക്കെ, ഇയറിങ്സ് നമുക്ക് ഈ ഇയറിങ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാവുമെന്ന്. ഗൈസ്, ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ അധികവും ഞാൻ എന്താ പറയുക ഫ്രീ ഹെയർ ആക്കിയിട്ടാണ് ഇടാറ്. ഇന്ന് പക്ഷേ ഒരു ചേഞ്ചിന് ഞാൻ പോണിറ്റെയിൽ പോലെ കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. ചുമ്മാ ഒരു രസം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന്. പിന്നെ ഇവിടെ കുറച്ച് ക്ലോസ് ആക്കിയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഞാൻ രണ്ട് ഹെയർ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. സോയാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു ബാഗാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഈ കാണുന്നുണ്ടോ, നല്ല ഭംഗിയുള്ള പോലെ തോന്നി. സോ ഈ ബാഗ് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ ഇടാം കയ്യിലൊക്കെ. ഓക്കെ ഗായ്സ്, സോ കയ്യിൽ ഞാൻ ഒരു വാച്ചും 2 ബ്രേസ്ലെറ്റ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ചെറിയ ഒരു ബ്രേസ്ലെറ്റൊക്കെ. സോ പിന്നെ കുറച്ച് റിങ്സ് ഒക്കെ ഇട്ടു. ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കേട്ടോ. സാൻഡൽസ് ഞാനിപ്പോൾ ഏതാ ഇടുക, 2 ഓപ്ഷൻ ഉണ്ട് എനിക്ക്. അതിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് ഞാനൊരു ലൈറ്റ് പിങ്ക് ആണ് ഇടുന്നത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഒരു സാൻഡൽസും കൂടെ എൻ്റെ കൂടെ പെയർ ചെയ്യാം. കുറച്ചൊരു ഹീൽസ് ആയിട്ട് വരുന്നതാണ്. ഞാൻ അധികം ഹീൽസ് ഇടാത്ത ഒരാളാണ്. ചിലപ്പോൾ ഇപ്പം എനിക്ക് ഹീൽസ് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഹീലൊക്കെ ഇട്ട് തുടങ്ങിയത്. സോ നമുക്ക് ഈ സാൻഡൽസ് ഇടാം കേട്ടോ. Now I'm good to go. ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ
അധികവും ഫ്രീ എയർ ആയിട്ടാണ് ഇടാറ്. ഇന്നൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ആക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഇയറിങ്സ്. ഞാൻ ഒരു ടാക്സിയിലാണ് പോകുന്നത്. ചുറ്റുമനോട് റെഡി Guys, this is my outfit today. Yeah. So, this is Mr. Andre. Oh, is that you? Yeah. This is the one I'm talking about. Andre Yes, Maxi. every day. You're clever. Because there's no chair now, space. Let's go, Cali. Otherwise, at least we can reserve for salad. ഞാനെന്തായാലും കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റല് ഷാർജ പുൾമാൻ ഹോട്ടലിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് വന്നപ്പോൾ കുറച്ച് നേരം ലോബിയിലൊക്കെ ഇരുന്ന് പിന്നെ മെല്ലെയാണ് മുകളിൽ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് സെക്ഷൻ ആയിരുന്നു. ഞങ്ങൾ സാലഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരുള്ളത് കൊണ്ട് കുറച്ചൊരു റഷൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാലഡ്സ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ സാലഡ്സ് ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അതെല്ലാം ട്രൈ ചെയ്തു. പിന്നെ ബ്രെഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ സ്നാക്സ് ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്കവട, സമൂസ, അങ്ങനെ കുറേ ഐറ്റംസ്. അതിൽ ഈ ഒരു 2 മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതലായിട്ടും സാലഡ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ മെയിനായിട്ടുള്ള ഫുഡ് എടുത്തു. അതിൽ ചിക്കനും ബീഫും, അങ്ങനെ ബീഫല്ല മട്ടനാണെന്ന് തോന്നുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മധുരം കഴിക്കണം എന്നാണല്ലോ. പിന്നെ നേരെ ഡിസേർട്ട് സെഷനിൽ പോയിട്ട് അവിടെയുള്ള ഒട്ടുമിക്ക ഐറ്റംസും എടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവൻ എടുത്തില്ല എന്ന് തോന്നുന്നു, കുറേ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. വെറൈറ്റി ആയിട്ട് തോന്നിയത് അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് മുഴുവനായിട്ടൊന്നും സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികമായിട്ട് മധുരം കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മത്ത് പിടിച്ച പോലെ ആവും. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും അത് ഏകദേശം ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്ത കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആൻസർ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ അവർ കുറേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അർജുൻ്റെ കൊളീഗിൻ്റെ മോളാണ് കേട്ടോ. ഇവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ വ്ളോഗിൽ, ഞങ്ങൾ പുറത്തു പോകുന്ന വ്ളോഗിലൊക്കെ, ഗാദറിങ് വ്ളോഗ്സിലൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആള് ഭയങ്കര സ്മാർട്ടാണ്. അങ്ങനെ അവളടുത്ത് ഞാൻ കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. Yes. For the next, for our medication management. Want to go there? Yes. Picture for us. Hello guys. എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. What's your name, bro? Abby. Abby. What's your name, bro? Justina. Justina. What's your name, bro? Kelly. Hi. And here is Cassie, Sarah, Usher, What's your name? What is your name? Kelly. Hi. Say hi. Hi. Say hi to the camera, Kelly. Hi, camera. Hi, camera. Blow it. It's happy birthday. Sing happy birthday. Happy birthday. Ask from Uncle Arjun. No. Because you ask her where is Only her to you. dad. No, she won't be so smart. Oh, she loves you. Where is
It's your baby. It's seconds. Don't ask from Cali. Cali, come here. Cali, come here. Where are you going? Mom, do you want to smell this flower? See? Wow, it's a light. Do you like it? It's hot. Oh. See the flower? Yellow flower? Do you want to smell that? Do you want to smell the flower? Don't touch it. It's so hot. See? What's that? ഫുഡും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ താഴെ ഹോട്ടലിന്റെ ലോബിയിലേക്ക് തിരിച്ചിട്ട് വന്നു. മുകളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നല്ല റഷും ആയിരുന്നു. പിന്നെ ഫോട്ടോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റും ആയിരുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഫോട്ടോ എടുത്തിട്ട് ഒരു ഭംഗിയുള്ള പോലെ തോന്നിയില്ല. പിന്നെ ഹോട്ടൽ ലോബിയിൽ വന്ന ശേഷമാണ് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികവും ഇങ്ങനെ പുറത്തു പോകാറുള്ളതും ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവാറുള്ളതും അർജുൻ്റെ കൊളീഗ്സുമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല കണക്ഷനാണ്. അതുകൊണ്ട് ഞാനൊരു ഓഡ് വൺ ഔട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും നല്ല കൂട്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. Don't open it again, okay? You want to open it? What's inside? ഗായ്സ്, അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. സമയം 9 മണിയായി. 9 o'clock ആയി ഞങ്ങളിവിടെ ഇപ്പോൾ എത്തിയപ്പോൾ. നല്ല പ്രോഗ്രാമായിരുന്നു, നല്ല ഫുഡായിരുന്നു. കുറേ ഫുഡ് കഴിച്ചു, മധുരമുള്ളതും എരിവുള്ളതൊക്കെ ആയിട്ട് കുറേ കഴിച്ചു. പിന്നെ കൊളീഗ്സിനൊക്കെ ഏകദേശം എനിക്ക് അറിയുന്നവർ തന്നെയാണ്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ മീറ്റ് ചെയ്തു, സംസാരിച്ചു. പിന്നെ എൻ്റെ കുറേ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഗ്യാതറിംഗ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ.